ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ നാം പല സാധനങ്ങളും കടം വാങ്ങാറുണ്ട്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് നാം അത് തിരികെ നൽകാറുമുണ്ട്. അപ്പോൾ കടമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും മറ്റൊരുവൻ്റെ കയ്യിൽ ഉള്ളതുമായ വസ്തു നമ്മുടെ താൽക്കാലിക ഉപയോഗത്തിന് വാങ്ങുകയും ഉപയോഗത്തിന് ശേഷം കൃത്യസമയത്ത് മടക്കി നൽകേണ്ടതുമായ ഒന്നാണ്. പഴയ തലമുറയിലെ ആൾക്കാർ വീട്ടു സാധനങ്ങൾ തീർന്നു പോകുമ്പോൾ അയൽപക്കത്തു നിന്നും വാങ്ങുന്നതും അത് തിരിച്ചു നൽകുന്നതും ഉദാഹരണമാണ്. 2 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ തേയില, നാഴിയരി എന്നിവയൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിച്ചതും അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കടം വാങ്ങിയ വീട്ടിലേക്ക് തിരികെ നൽകുന്നതും അതുവഴി അയൽപക്ക സ്നേഹം വളർന്നതും എല്ലാം നമ്മളിൽ പലർക്കും ഗതകാല സ്മരണകളാണ്. ഇത്രയും പറഞ്ഞത് എന്തിനെന്നാൽ മഹാഗുരുവിനുണ്ടായിരുന്ന കടത്തെപ്പറ്റി പറഞ്ഞു വയ്ക്കുന്നതിനാണ്. തൻ്റെ അവതാര പൂർത്തീകരണത്തിനായി വാങ്ങുകയും അതിനുശേഷം അത് കൃത്യസമയത്ത് തന്നെ മഹാഗുരു മടക്കി നൽകുകയും ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് 1929 തൃശ്ശൂരിലെ കൂർക്കാഞ്ചേരിയിൽ രൂപീകരിച്ചതിന് ശേഷം മഹാഗുരു ശിവഗിരിയിലേക്ക് മടങ്ങിയെത്തി. ഇതറിഞ്ഞ് കവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ ശിവഗിരിയിൽ എത്തുകയുണ്ടായി. അദ്ദേഹം രോഗഗ്രസ്തനായിരുന്ന ഗുരുവിനെ അവിടെ താമസിച്ച് തന്നാലാവുന്ന വിധം ശുശ്രൂഷിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ മൂലൂർ സ്വാമിയോടായി ഇങ്ങനെ ചോദിച്ചു: മറ്റുള്ളവരുടെ എത്ര വലിയ അസുഖവും ചികിത്സിച്ച് ഭേദമാക്കുന്ന സ്വാമി, അവിടുത്തെ രോഗം മാത്രം പ്രഗത്ഭരായ വളരെയധികം ആൾക്കാർ ചികിത്സിച്ചിട്ട് പോലും ഭേദമാകാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് മഹാഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നമ്മുടേതല്ലാത്ത ഈ ശരീരവുമായി അധിക നാൾ നടക്കേണ്ടതില്ല എന്നായിരുന്നു. മൂലൂരിന് കാര്യം മനസ്സിലാകാതെ സ്വാമി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. അതിനുത്തരമായി ഗുരു ഇപ്രകാരം പറയുകയുണ്ടായി: ഈ കാണുന്ന പ്രപഞ്ചത്തിനോട് നാം എല്ലാം കടക്കാരാണ്. നാം അവിടെ നിന്ന് കടമായി എടുത്ത ഒന്ന് തിരികെ നൽകുന്നതാണ് മരണം എന്ന് പറയുന്നത്. അപ്രകാരം പ്രപഞ്ചത്തിൽ നിന്നെടുത്തത് പ്രപഞ്ചത്തിലേക്ക് തന്നെ മടക്കി കൊടുക്കേണ്ടേ എന്ന് മഹാഗുരു മൂലൂരിനോട് തിരിച്ചു ചോദിച്ചു. ഇത്രയുമായപ്പോൾ മൂലൂർ നന്നേ കുഴങ്ങി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗുരു ഇപ്രകാരം വിശദമാക്കി: പഞ്ചഭൂതക നിർമ്മിതമായ ശരീരം പ്രപഞ്ചത്തിൻ്റേതാണ്. ഈ ശരീരത്തിനു വേണ്ടി താൽക്കാലികമായി കടമെടുത്തിരിക്കുകയാണ്. കടമെടുത്തത് മടക്കി കൊടുക്കേണ്ടേ? തിരിച്ചു കൊടുക്കുവാൻ വൈകുന്തോറും പ്രയാസങ്ങളും കൂടി വരും. അത് മടക്കി നൽകുവാൻ സമയം ആഗതമായിരിക്കുന്നു എന്ന് ഗുരു മൂലൂരിനോട് പറയുകയുണ്ടായി. അപ്പോഴാണ് മൂലൂരിന് ഗദ്യപ്രാർത്ഥനയിലെ വരികൾ മനസ്സിൽ ഓർമ്മ വന്നത്: നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം, ദുഃഖം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. തൻ്റെ ശരീരത്തെയും രോഗത്തെയും ഗുരു വളരെ നിസാരവൽക്കരിച്ചത് മഹാഗുരു പരമാത്മസ്വരൂപൻ തന്നെയായതുകൊണ്ടാണ്. മഹാഗുരുവിൻ്റെ കടമെന്നത് പഞ്ചഭൂതക നിർമ്മിതമായ സ്വന്തം ശരീരം തന്നെയാണ്. മഹാസമാധിയിലൂടെ പ്രപഞ്ചത്തിൽ നിന്നും ഗുരു കടമെടുത്തത് പ്രപഞ്ചത്തിലേക്ക് തന്നെ മഹാഗുരു തിരികെ നൽകി തൻ്റെ കടം വീട്ടുകയും ചെയ്തു. ഈ കാര്യങ്ങളിലൂടെ മഹാഗുരു നമ്മെ പഠിപ്പിക്കുന്നത് നാം ശരീരമല്ല, അറിവാണ് എന്ന തത്വം തന്നെയാണ്. അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.